എടുത്തും പറഞ്ഞതാ ഇപ്പൊ കാണുന്ന വേദന എടുക്കാൻ തുടങ്ങി ഇപ്പൊ. പയ്യന്നൂരിൽ ഒത്തിരി ഹിഡൻ പ്ലേസസ് ഉണ്ട്. അതുപോലൊരു പ്ലേസ് ആണിതാ ഇത്. ഈ ഒരു സ്ഥലം ഇത് വരുന്നത് പയ്യന്നൂര് എടയിലക്കാടാണ്. തൃക്കരിപ്പൂര് എടയിലക്കാട്. അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ അകത്ത് ഒരു കാവും കൂടിയുണ്ട്. നട്ടുച്ചയ്ക്ക് പോലും വെയിൽവട്ടം വീഴാത്ത വിധം ഇടയില്ലാത്ത മരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന കാട് എന്ന അർത്ഥത്തിലായിരുന്നത്രേ ഇടയില്ലാ കാട് എന്ന പേര് വന്നത്. അതു പിന്നെ ഇടയിലക്കാടായി. ബ്രിട്ടീഷുകാർ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് റെയിൽപാളം നിർമ്മിക്കാനാവശ്യമായ തടി മുറിച്ചു കൊണ്ടുപോയിരുന്നത് ഇവിടെ നിന്നാണ്. 312 ഏക്കർ വിസ്തൃതിയുണ്ടായിരുന്ന കാട്ടിൽ നിന്ന് ഈട്ടിയും തേക്കും അങ്ങനെ കുറേയേറെ മരങ്ങൾ വെട്ടിമാറ്റപ്പെട്ടു. ഇടയിലക്കാട് കാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇവിടെ ഒരു നാഗത്തറയുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ചെരുപ്പ് അനുവദനീയമല്ല. എൻ്റെ മകനെ നിലത്തിറക്കാതെ ഞങ്ങൾ പരമാവധി ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ വരുന്ന സഞ്ചാരികൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നൂറിലധികം വാനരന്മാരുണ്ടായിരുന്ന ഇടയിലക്കാടിൽ അവരുടെ അനന്തര തലമുറയായി ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും 30-ൽ താഴെ മാത്രം. ഇടയിലക്കാടും കാവും കാണാനെത്തുന്നവർ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. അക്കൂട്ടത്തിൽ ബേക്കറി പലഹാരങ്ങൾ കാരണം അസുഖം ബാധിച്ച് നിരവധി വാനരന്മാർ ചത്തുപോവുകയും ചെയ്തു. കവാടം കടന്ന് ഉള്ളിലെത്തിയപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിയ പോലെ. തീരെ ചൂടില്ല, എങ്ങും പച്ചപ്പ്, കണ്ണിന് കുളിർമ, ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്തു. എല്ലാത്തിനുപരി നല്ല ശുദ്ധവായു. ആ വായു ആവോളം വലിച്ചു കയറ്റി. ഇവിടം ഒരു നിബിഡ വനം തന്നെ. വന്നത് യാദൃശ്ചികമായാണെങ്കിലും ഇനിയുമേറെ നേരം ഇവിടെ ചിലവഴിക്കാൻ തോന്നി. ഇനിയും വരാമെന്നുറച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞു.